ആരെങ്കിലുമൊക്കെ മോട്ടിവേഷൻ തന്നായിരുന്നെങ്കിൽ ഒന്ന് ജീവിക്കാമായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൊന്നും ആരും മോട്ടിവേഷൻ തരാനൊന്നും കാണില്ല. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി മോട്ടിവേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ വേറൊരാളെന്നോ വേറെ എവിടുന്നെങ്കിലും ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് കുറച്ച് നേരം നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ അതെന്ത് ചെയ്തു മറന്നു പോകും. നമുക്ക് കിട്ടിയ മോട്ടിവേഷൻ നമ്മൾ മറന്നു പോകും. അപ്പം നമ്മുടെ മനസ്സിൽ കിട്ടുകയില്ല, ഇല്ലേ? മനസ്സിൽ ഉണ്ടായിരിക്കുകയില്ല. പിന്നെ നമ്മൾ പ്രശ്നങ്ങളിലേക്കാവും. പിന്നെ നമ്മൾ തളർന്നു പോവുകയും ചെയ്യും. അപ്പം നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ നമുക്ക് തന്നെ സാധിക്കുള്ളൂ, ഇല്ലേ? അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണെന്നറിയാവോ? എന്ത് കാര്യവും ഒരു പ്രോഗ്രസ് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് പതുക്കെ പതുക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് തുടക്കം കുറിച്ച് വയ്ക്കുക. അതിന് പ്രായമൊന്നും ഒരു പരിധിയില്ല. ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് രക്ഷപ്പെടണം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ തുടങ്ങി വെച്ചുകൊടുക്കുക. അല്ലാതെ ആരെങ്കിലും കൊണ്ടുത്തരും എന്നോർത്തുകൊണ്ട് ഇരിക്കാതിരിക്കുക. എന്നിട്ട് എപ്പോഴാണ് ഈ സമയത്തെങ്കിൽ ഈ സമയത്ത് 50 വയസ്സായോ ആ സമയത്ത്, 60 വയസ്സായോ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഒരു ചെടി, അതായത് ചൈനീസ് ബാമ്പുവിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ചൈനീസ് ബാമ്പു 6 വർഷത്തോളം ഭൂമിക്ക് അടിയിൽ അത് വേരുകൾ പാകി അങ്ങനെ നല്ല സ്ട്രോങ് ആയ ശേഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ 50 അടി 60 അടി പൊക്കത്തിലേക്ക് വളർന്നു പൊങ്ങും എന്നാണ് പറയുന്നത്. ഒറ്റയടിക്ക് വളരും എന്നാണ് പറയുന്നത്. അത് നട്ട് ഒരു കഥയാണ്. ചൈനീസ് ഒരു ആൾ നട്ട് കഴിഞ്ഞപ്പോൾ അയാളെ എല്ലാവരും കളിപ്പിച്ചു. നീ ആ സമയത്ത് വേറെ വല്ല ഗോതമ്പോ നെല്ലോ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുക, നീ ഇതും വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം പോകുള്ളൂ, അതെങ്ങും മുളയ്ക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ അതിന് വെള്ളവും വളവും കൊടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് അത് വളർന്നു വരികയും അവിടെ കാട് പോലെ അത് ആകുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ആവുകയില്ല. ചൈനീസ് ബാമ്പുവിനെ പോലെ നമ്മൾ ഒറ്റയടിക്ക് ഒരൊറ്റ വളർച്ചയായിരിക്കും ചില സമയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നെ നമ്മൾ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല, നമുക്ക് സാധിക്കും എന്ന് തന്നെ പറയുക. അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റാർക്കും ഒന്നും സാധിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അതല്ലേ ശരി? ഒന്ന് ഓർത്ത് നോക്കിക്കേ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം, ഇല്ലേ? എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ ഇരുന്നിടത്ത് തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം സാധിക്കില്ല. അതിനുള്ള ധൈര്യം സംഭരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. പ്രതിസന്ധികൾ ഉണ്ടാകും, അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതൊക്കെയാണ്. വിജയിച്ച എല്ലാവരും പണക്കാരായിട്ടാണ് വിജയിച്ചത്. എല്ലാ സാധാരണക്കാരിൽ നിന്നും പാവപ്പെട്ടവനിൽ നിന്നുമാണ് വിജയത്തിലെത്തിയവർ അധികവുമുള്ളത്, ഇല്ലേ? നമ്മൾ എത്ര വലിയ ധീരുഭായ് അംബാനി എന്ന് പറയുന്നത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിന്ന ആളായിരുന്നു വിദേശത്ത്. അതിൽ നിന്ന് പുള്ളി ഉണ്ടാക്കിയ 15,000 രൂപയും കൊണ്ട് വന്നാണ് ഇത്രയും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പിടുത്തിയെന്നൊക്കെയാണ് കഥകൾ പറയുന്നത്, ഇല്ലേ? അപ്പം ഇതൊക്കെ ഓരോരുത്തർക്കുള്ള ഒരു മോട്ടിവേഷനാണ്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. നമ്മളതിനും ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രം മതി, ഇല്ലേ? അത് എനിക്കും നിങ്ങൾക്കുമാണ്. വിദ്യാഭ്യാസം ഇതിനൊരു ബാധകമല്ല കേട്ടോ. നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അതിൻ്റെതായ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തുന്നൽ പഠിക്കാം. വിദ്യാഭ്യാസം ഇല്ല എന്നും പറഞ്ഞ് നമ്മൾ പുറകോട്ട് മാറി നിൽക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് തുന്നൽ പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള എന്തെങ്കിലും അച്ചാറുകളോ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആഭരണങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സ്ത്രീകളും ഒക്കെ ഇല്ലേ? പൂക്കൾ ഉണ്ടാക്കി വെക്കുന്ന ഈ കൃത്രിമ പൂക്കളൊക്കെ ഇല്ലേ? ആർട്ടിഫിഷ്യലായിട്ടുള്ള അതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന എത്രയോ പേരുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ ചെയ്ത് നമുക്കൊരു കയ്യിലൊരു ഇച്ചിരി പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. ഉറപ്പായ കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ കയ്യിൽ ഇച്ചിരി വരുമാനം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ ഈ പോക്കറ്റ് അടിക്കണമൊക്കെ എന്തിനാണ്? അവർക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. അത് അറിഞ്ഞ് ഭർത്താക്കന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്ത് സന്തോഷമുള്ള ജീവിതമായിരിക്കും എന്നറിയാമോ? കുടുംബജീവിതം എന്ന് പറയുന്നത് അറിയില്ലാത്ത 2 വ്യക്തികൾ തമ്മിൽ ചേർന്നുള്ള ജീവിതമാണ്. അപ്പോൾ തട്ടലും മുട്ടലും പൊട്ടലും ഒക്കെ ഉണ്ടാകും. അപ്പം അതിനകത്ത് സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഒരു ചെറിയ വരുമാനം അല്ലെങ്കിൽ ഒരു ചെറിയ ഭാര്യനെ ഒന്ന് ചേർത്ത് നിർത്താനോ അല്ലെങ്കിൽ ഭർത്താവിനെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് പരാജയമാണ്, എൻ്റെ ജീവിതം പരാജയപ്പെട്ടു, ഞാൻ പരാജയപ്പെട്ടു എന്നും പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ ഇരിക്കാമെന്നേ ഉള്ളൂ. ഇത് മോട്ടിവേഷനൊന്നുമല്ല. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് പറയുന്നതാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമ്മൾ മുന്നോട്ടിറങ്ങുക. എന്നിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് ചെയ്യുക. അതല്ല വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ മടിയാണെങ്കിൽ നമ്മൾ ചുമ്മാ ഈ അടുക്കളയിലൊക്കെ സമയം കളഞ്ഞ് നമ്മുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക. അത്യാവശ്യത്തിന് എല്ലാ പണികളും ചെയ്യുക. ബാക്കി സമയം നമുക്ക് എന്തെങ്കിലും
പിന്നെ ക്രിയേറ്റിവിറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് നമ്മളിൽ തന്നെയുണ്ട് ഒരു ക്രിയേറ്റർ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സൃഷ്ടികർത്താവ് മാത്രമല്ല ക്രിയേറ്റർ. നമുക്ക് തന്നെ എന്തെല്ലാം ഭാവനകളും എന്തെല്ലാം കാര്യങ്ങൾ ഏതെങ്കിലും ലക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പോലെ തീ ഊതി ഊതി കത്തിക്കും പോലെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഊതി ഊതി അതിനെ കത്തിച്ച് അതിനെ വലിയൊരു തീയാക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മളുടെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തുക, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ വിജയിക്കും, ഉറപ്പായ കാര്യമാണ്. എത്രയോ പെണ്ണുങ്ങൾ എന്തെല്ലാം കാര്യത്തിൽ വിജയിക്കുന്ന സ്ത്രീകൾ. കൊച്ചു കൊച്ചു പൊടിക്കച്ചവടം നടത്തി വിജയിച്ച എത്രയോ പെണ്ണുങ്ങളുണ്ട്. ചോറ് കച്ചവടം നടത്തി വിജയിക്കണ, ഉച്ചക്കത്തെ ഒരു പൊതിച്ചോറ് കൊടുത്ത് വിജയിപ്പിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. നമുക്കുള്ള ചിലവിനുള്ള പൈസ കിട്ടുമെന്നേ, അത് മതി. അതിന് ഒത്തിരി കറികളൊന്നും ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ഒത്തിരി കറിയൊക്കെ കൂട്ടി തിന്നാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യർ ഒത്തിരി പേരുണ്ട്. ഒരു ചാറുകറിയും ഒരു തോരനും ഒരു അച്ചാറും ഒരു പപ്പടവും ഒരു മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കി ന്യായമായ വിലയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആൾക്കാർ വരും. എത്രയോ വീടുകളിലുണ്ടെന്നറിയാവോ? എൻ്റെ ഈ പരിസര പ്രദേശത്ത് തന്നെ ഇങ്ങനെ ചോറ് കച്ചവടം നടത്തുന്ന സ്ത്രീകളുണ്ട്. ഉച്ചയ്ക്ക് ഒരു പൊതി ചോറ് കൊടുക്കുന്നത്, ഉച്ചയ്ക്ക് മാത്രമുള്ള കച്ചവടം. വൈകുന്നേരത്തെ ഇങ്ങനെ ഇതില്ലേ, ഉഴുന്നുവട, പരിപ്പ് വട, ബോണ്ട, ബോളി എന്നൊക്കെ പറഞ്ഞല്ലേ, അത് കച്ചവടം നടത്തുന്ന സ്ത്രീകളുണ്ട്. അത് മാത്രം, വൈകുന്നേരം മാത്രം. അപ്പം നമുക്ക് സാധിക്കില്ലേ? എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്യാം. അത് നമ്മൾ ഇറങ്ങി പുറപ്പെടണം. നമ്മുടെ ഉള്ളിൽ അത് എങ്ങനെയാ ചെയ്യണ്ടേ എന്ന് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ പുറപ്പെട്ടുകൊള്ളുക. കുഞ്ഞായിട്ട് തുടങ്ങിയാൽ മതിയെന്നേ, അല്ലാണ്ട് വലിയ സംഭവങ്ങളായിട്ടൊന്നും നമ്മൾ തുടങ്ങേണ്ടതില്ല. കുഞ്ഞു പരിപാടികൾ അത് ചെയ്ത് നമ്മൾ വിജയിപ്പിക്കുക. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് കൂടി വരും, നമുക്കൊരു വരുമാനം അത് ഉണ്ടാക്കിയെടുക്കുക. അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്നോടെ നമ്മൾ ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ പരാജയം ഉണ്ടാകും എന്ന് തന്നെ വിചാരിച്ചിട്ട് പരാജയം വരുമ്പോഴത്തേനും അതിന് പിന്മാറരുത്. ഒത്തിരി വലിയ പൈസ മുടക്കിയുള്ള പരാജയമാണെങ്കിൽ നമ്മൾ പിന്മാറണം. അതല്ല നിസ്സാരമായ പൈസ മുടക്കിയുള്ള സംഭവങ്ങളാണെങ്കിൽ അതിലേക്ക് ഒന്നോടെ ശ്രമിച്ചു നോക്കാനുള്ള മനസ്സ് വയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ വിജയിക്കും. അതല്ലാണ്ട് ആദ്യമേ തന്നെ ഞാൻ എല്ലാം സെറ്റാക്കിയ ശേഷം മാത്രമേ ഞാൻ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പരാജയമായിരിക്കും. അതെനിക്ക് അനുഭവമുള്ളതുകൊണ്ട് പറഞ്ഞു തന്നെ. ഒത്തിരി പൈസ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് അതിന് നല്ല ഹാഷ് ബൂഷൊക്കെ ആയ ശേഷമേ ഞാൻ തുടങ്ങുള്ളൂ എന്നും പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു പിടിക്കണ വരെ നമുക്ക് നഷ്ടമാണ്. അത് നല്ല രീതിയിൽ ആ ബിസിനസ് പോയാൽ മാത്രമേ നമുക്ക് ആ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികം മാത്രം അല്ലേ? അതല്ല, അത് തിരിച്ചു പിടിക്കണമെങ്കിൽ കുറേ കാലങ്ങളെടുക്കും. ആ സമയത്ത് നമ്മൾ ഉള്ളതിൽ വെച്ചിട്ട് നന്നാക്കി പോയി നമ്മുടെ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് അതിനെ വികസിപ്പിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. നഷ്ടം എവിടെ വരാനാ? അതായത് ഇല്ലാത്ത പൈസ ഇട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നഷ്ടം വരുന്നത്. അത് മാത്രം ചിന്തിച്ചാൽ മതി. അതാണ് ബിസിനസ് തകരാനൊക്കെ കാരണം. വലിയ സംഭവത്തിലേക്ക് പോകും. ചിലർ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 100 ബിസിനസ് ചെയ്യാൻ പോകും. അപ്പോഴും പരാജയത്തിലേക്കേ പോകുള്ളൂ. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ പല സ്ഥലത്തേക്കും ഇറങ്ങിപ്പോകും. നമ്മൾ ഒരു കാര്യത്തിൽ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുക, അത് വിജയിച്ച ശേഷം നമ്മൾ മറ്റൊന്നിലേക്ക്. ഇത് ബിസിനസ് തന്ത്രം പഠിപ്പിക്കാൻ പറഞ്ഞതല്ല, ഞാൻ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകളെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അതിലേക്ക് വിജയിക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊരു ഹോട്ടൽ നടത്തിയതാണ്. ആ ഹോട്ടൽ നടത്തി കഴിഞ്ഞപ്പോൾ എന്താ പറ്റി, ഹോട്ടലിലേക്ക് ഒത്തിരി പൈസ കുറേ രൂപ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഹോട്ടൽ നന്നാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വമ്പിച്ച പരാജയമായി പോയി. ആ പൈസയും പോയി, കയ്യിലിരുന്ന പൈസയും പോയി. അപ്പം അങ്ങനെയൊന്നും നന്നാക്കാൻ ശ്രമിക്കരുത്. ഉള്ളത് വെച്ചിട്ട് നടത്താൻ ശ്രമിക്കുക. അതിലേക്ക് മുതൽ മുടക്ക് ഒത്തിരി ഇടാണ്ടിരിക്കുക. അതാണ് കയ്യിലിരിക്കുന്ന പൈസ ഒത്തിരി മുടക്കാണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ ഏത് ബിസിനസ്സാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ പലതും പറയും കേട്ടോ. ആ വഴി പോയാൽ ഈ വഴി പോയാൽ അങ്ങനെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കാൻ പോലും പോകണ്ട. നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ അഭിപ്രായം പറയാൻ പറ്റുന്ന ആൾക്കാർ, നമ്മളോട് സ്നേഹമുള്ളവർ ഉണ്ടെങ്കിൽ അവരോട് മാത്രം അഭിപ്രായം പറയുക, ചോദിക്കുക. അതായത് നമുക്ക് നല്ല അഭിപ്രായം തരുന്ന ആൾക്കാർ, അല്ലാതെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്നും ചോദിച്ചിട്ടും ഒരു കാര്യവുമില്ല. എല്ലാവരും ഒന്നും ശരിയായിരിക്കില്ല പറഞ്ഞു തന്നെ. പിന്നെ പരാജയപ്പെട്ട് ഇതിൽ നിന്ന് വിജയിച്ചവരോട് ചോദിക്കുന്നത് നല്ലതാണ്. അതായത് താഴെ തട്ടിൽ നിന്ന് വിജയിച്ചു വന്നവരോടും ചോദിക്കുന്നത് നല്ലതായിരിക്കും. അതും നോക്കിയും കണ്ടും ഒക്കെ ചോദിക്കുക. ഇനി ഒത്തിരി പരാജയപ്പെട്ടവരോട് പോയി ചോദിക്കാണ്ടിരിക്കുക. കാരണം അവരൊരിക്കലും നമ്മളൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. അതിലെ പോയാൽ പരാജയമായിരിക്കും, ഇതിലെ പോയാൽ പരാജയമായിരിക്കും. അങ്ങനെയുള്ളവരോട് ചോദിക്കാതിരിക്കുക. ഏറ്റവും വിജയിച്ച് നിൽക്കുന്നവരോട് ചോദിക്കാതിരിക്കുക. കാരണം ജീവിതത്തിലെ എല്ലാ മേഖലയിലും വിജയിച്ച് നിൽക്കുന്നവർക്കും ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല.
ഇടത്തരത്തിൽ, അതായത് ജീവിതവും തോൽവിയും പഠിച്ചു വിജയവും പഠിച്ച അവർക്ക് അവരെ ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അത് ചിലപ്പോൾ സത്യമായിരിക്കും അവർ പറഞ്ഞു തരുന്നത്. പിന്നെ ജീവിതത്തിൻ്റെ പാഠങ്ങൾ വെച്ചാൽ നമ്മൾ കുറച്ച് നാൾ വർക്ക് ചെയ്യണം. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നമ്മൾ വർക്ക് ചെയ്യണം. ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. അത് എന്ത് സംഭവം തുടങ്ങിയാലും അങ്ങനെയല്ലേ. ഞങ്ങൾ ഒരു കുറി കൂടുന്നൊന്ന് ചെയ്തു, 10-12 പേര് കൂടി ഒരു കുറി കൂടുകയെന്ന് വെച്ചോ. നമ്മൾ ഈ 12 പേരെ ചേർക്കാൻ വേണ്ടി നമ്മൾ നടന്ന് അവരുടെ അടുത്തോടെയൊക്കെ നടന്ന് ഓരോരുത്തരും ഈ കുറിയിലേക്ക് ചേർത്താണ് നമ്മളത് ഒരു വട്ടം എത്തിച്ച് കൊണ്ടുപോകുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതുപോലെ നമ്മൾ എന്ത് പ്രസ്ഥാനത്തിൽ ഇറങ്ങിയാലും നമ്മൾ ഇച്ചിരി വർക്ക് ചെയ്യണം. അത് സ്മാർട്ട് വർക്കാണെങ്കിൽ ഏറ്റവും നല്ലത്. ഹാർഡ് വർക്കിനേക്കാളും നല്ല ഹാർഡ് വർക്കാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മടുത്തു പോകും. അത് സ്മാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിനോടൊരു പാഷൻ കണ്ടുപിടിച്ച് അതിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിജയിക്കും. ഉറപ്പായ കാര്യമാണ്. അത് ഏത് കാര്യം തുടങ്ങുമ്പോഴും ആണ്. ഇനി ഉദാഹരണമായിട്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ആദ്യം ആരും കാണില്ല. ഒരു മനുഷ്യൻ 50 പേര്, 10 പേര്, 25 പേര്, വ്യൂസും ഇല്ല, ഒന്നുമില്ല, ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ കുറേ കഴിയുമ്പം വ്യൂസ് കൂടി വന്നുകൊണ്ടിരിക്കും. യൂട്യൂബിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടും. അങ്ങനെ കൂടി വർഷങ്ങളെടുക്കും ചിലപ്പോൾ. പക്ഷേ അത് തുടങ്ങി വെക്കണ ഈ ബാമ്പു വളരും പോലെ പതുക്കെ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെയാണ് നമ്മൾ ഇട്ടെറിഞ്ഞ് പോവാണ്ടിരിക്കുക. നമ്മൾ കാണാറില്ല ഒത്തിരി പേര്, ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുവാണ്, ഞാൻ അങ്ങനെ ചെയ്യുവാണ്, ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ കാണാറില്ലേ. അവർക്കത് സഹിക്കാൻ, അവർക്കങ്ങനെ എന്നാ പറയണേ, അതിനെ അങ്ങ് സഹിക്കാനുള്ള മനസ്സ്, ദീർഘനാൾ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സില്ല. അവർക്ക് പെട്ടെന്ന് കിട്ടണം. അതാണ്, പെട്ടെന്ന് ഒരു കാര്യത്തിൽ നിന്നും കിട്ടില്ല നമ്മൾ വിചാരിക്കുക. അത് എങ്ങനെ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും എടുക്കും ഏത് സംഭവം ഒന്ന് വിജയിക്കണമെങ്കിൽ. അപ്പം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക, കാത്തു ചെയ്യുക. ഇത് തന്നെ കുടുംബജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. കുടുംബജീവിതത്തിൽ ആദ്യത്തെ അതുപോലെ ആയിരിക്കില്ല കുടുംബജീവിതം എന്ന് മനസ്സിലാക്കി നമ്മൾ കയറുക കുടുംബജീവിതത്തിലേക്ക്. തട്ടലും മുട്ടലും പൊട്ടലും ഒക്കെ ഉണ്ടാകുമ്പോൾ പരമാവധി ചേർത്ത് പിടിച്ച് നിർത്തുക. ഒത്തിരി ആയി കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പൊക്കോളുക. അതാണ് വേണ്ടത്. എപ്പോഴും സഹിക്കേണ്ട കാര്യമൊന്നുമില്ല കുടുംബജീവിതത്തിൽ കേട്ടോ. അടിയും കുത്തും തൊഴിയൊന്നും മേടിച്ച് അവിടെ കിടക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കുക ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന്. മറ്റുള്ളവരെ കണ്ട് നമ്മൾ ജീവിക്കാണ്ടിരുന്നാൽ മാത്രം മതി. മറ്റുള്ളവരുടെ ജീവിതമാണ് എൻ്റെ ജീവിതം, അതുപോലെ എനിക്കായില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടാതിരിക്കുക. എൻ്റെ ജീവിതം എൻ്റെ മാത്രം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി വേറെ ആളാണ്. എൻ്റെ ശരീരത്തിലോടുന്ന ബ്ലഡും എൻ്റെ കണ്ണും മൂക്കും എല്ലാം വേറെയാണ്. മറ്റൊരാളെ പോലെയല്ല ഞാൻ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മൾ അതിനെ ഇഷ്ടപ്പെടുക. ഏത് കാര്യം ചെയ്താലും അതിലൊരു വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ. അല്ലാണ്ട് പരാജയം എന്ന് പറഞ്ഞ് അതിനകത്ത് അടിയെ പോയി കിടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പരാജയം എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്താലും പരാജയം വരും. ഒന്നും ചെയ്തില്ലെങ്കിലും പരാജയമാണ്. ചുമ്മാ അനങ്ങാണ്ടിരുന്നാലും നമ്മുടെ ജീവിതം പരാജയമാണ്. എന്തെങ്കിലും പണി ചെയ്തിട്ട് പരാജയം വന്നതും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം പണി ചെയ്തിട്ട് അതിനെ വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. പരാജയം ഉണ്ടാവുമെന്ന് ഓർത്തോണ്ട് പേടിച്ചിരിക്കാണ്ടിരിക്കുക. പേടിയൊന്നും ഒന്നിനും ഒരു മറുമരുന്നല്ല. പേടിയും കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പേടി മാത്രമേ ജീവിതത്തിൽ കാണൂ. നമ്മൾ ഒരേയിടത്തും എത്തൂല, ഉറപ്പായ കാര്യമാണ്. അപ്പോൾ പേടീനെയൊക്കെ എടുത്ത് ദൂരെ കളയുക. നമ്മൾ ധൈര്യം സംഭരിക്കുക, മനോധൈര്യം സംഭരിക്കുക, ചങ്കുറ്റത്തോടെ മുന്നോട്ട് പോവുക. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വിജയിക്കാൻ പറ്റുമെന്ന്, ഏത് മേഖലയിലും ആർക്ക് വേണമെങ്കിലും വിജയിക്കാൻ പറ്റും. ഇന്നോർക്കൊന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല. ഇന്നോർക്കെ വിജയിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല. നമ്മളെ ചൊറിയാനും മാന്താനും ഒക്കെ ഇഷ്ടം പോലെ വരും അറിയും. അതൊന്നും നമ്മുടെ ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഒത്തിരി ചൊറിച്ചിലും മാന്തലും ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചൊന്ന് പറഞ്ഞു എന്നിരിക്കും, തിരിച്ചൊന്ന് പ്രഹരിച്ചു എന്നിരിക്കും, ഇല്ലേ? അത് മാത്രം, അത് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം എന്തെന്ന് പറയണേ, അതിനെയൊക്കെ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. എല്ലാത്തിനും നമ്മൾ ചെവി കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, എല്ലാത്തിനും മറുപടി കൊടുക്കാൻ തുടങ്ങിയാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് കേൾക്കുക, ആവശ്യമുള്ളത് പറയുക, ആവശ്യമുള്ളത് കാണുക. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തിരിയാൻ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് സാധിക്കും, ഞാൻ നല്ല നിലയിലെത്തും, ഞാൻ അതിന് ഇന്ന് തൊട്ട് പ്രയത്നിക്കും, എനിക്കതിന് പ്രായമൊന്നും പരിധിയല്ല, എനിക്കതിനുള്ള ക്ഷീണമൊന്നുമില്ല എന്നും പറയാം. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് പകുതി ചിന്തകൾ മാറും, ഓവർ തിങ്കിങ് ഒക്കെ മാറും. നമ്മളെപ്പോഴും ചുമ്മാ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അനാവശ്യ ചിന്തകൾ. അയ്യോ എന്തു പറ്റും, ഇനി എന്നാ പറ്റും, അടുത്ത തന്നെ പറ്റും, ആശുപത്രിയിൽ പോകേണ്ടി വരുമോ, അസുഖങ്ങൾ വരുമോ, മരിച്ചു പോവുമോ,
ഇങ്ങനെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ, ഭർത്താവിന് എന്തെങ്കിലും പറ്റുമോ, നമ്മൾ ഇങ്ങനെ അപകടങ്ങൾ വരും. എന്തൊക്കെ ചിന്തകളാണ്. നമ്മളൊരു ചുമ്മാ ഒരു പനി വന്നാൽ മതി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ. അപ്പം അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. പിന്നെ മെഡിറ്റേഷൻ, യോഗയോ എന്തെങ്കിലുമൊക്കെ ശീലിക്കുന്നതും നല്ലതാണ്. മെഡിറ്റേഷൻ ചെയ്യാനൊന്നുമില്ല, ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കി നമ്മളെ തന്നെ ഒന്ന് നമ്മൾ നിരീക്ഷിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കൂടി വരും. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കില്ല. മെഡിറ്റേഷൻ ചെയ്യുന്ന ഇഷ്ടംപോലെ വീഡിയോകൾ ഇഷ്ടംപോലെയുണ്ട്. ബ്രഹ്മകുമാരീസിൻ്റെ ഒക്കെ മെഡിറ്റേഷൻ ഉണ്ട്. രാജയോഗ മെഡിറ്റേഷനൊക്കെ അടിപൊളിയാണ്. എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ തന്നെ നമ്മളൊരു ഇതിലേക്ക് നോക്കി ശാന്തമായിട്ടിരുന്നാൽ മതി. വെറുതെ ചുമ്മാ ഇരുന്നാലും മതി. വെറുതെ ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ആക്കി ഇട്ടിട്ട് ചുമ്മാ എവിടെയെങ്കിലും നോക്കി ഒരു 10 മിനിറ്റ് ഇരിക്കാൻ സാധിച്ചു നോക്കി. നമുക്ക് ഇനി കുറച്ചു നേരം ഇരിക്കുമ്പോൾ നമുക്ക് പ്രാണായാമം ചെയ്യണമെന്ന് തോന്നുന്നു. ശ്വാസം എടുക്കുകയോ വിടുകയോ, ഒരു മൂക്കിക്കോടെ എടുത്തു അടുത്ത മൂക്കിക്കോടെ വിടുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. പിന്നെ ധാരാളം വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ദേഷ്യമൊക്കെ കുറയും. എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മുടെ ശരീരത്തിലുണ്ടാകും. വെള്ളമൊക്കെ കുടിക്കണം എന്ന് എല്ലാവരും തന്നെ പറയുന്ന കാര്യമല്ലേ. അപ്പം നമുക്കിങ്ങനെയൊക്കെ മാറ്റങ്ങൾ എടുത്ത് നമ്മൾ സന്തോഷവാന്മാരാകുക. അപ്പം എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, അതാണ് വേണ്ടത്. എന്തെങ്കിലുമൊക്കെ ചെറിയ കൊച്ചു പണികൾ, എന്നിട്ട് നമ്മളത് അടുത്ത വീടുകളിലൊക്കെ വിതരണം ചെയ്ത് അതിന് പൈസയൊക്കെ മേടിച്ചെടുക്കാൻ ശ്രമിക്കും. നമ്മൾ തന്നെ അച്ചാറിട്ടൊക്കെ അടുത്ത വീടുകളിലൊക്കെ കൊണ്ടു കൊടുത്തിട്ട് നല്ലതാണെങ്കിൽ ഇനി മേടിക്കണം എന്നൊക്കെ പറയണേ നമ്മൾ നാണിക്കണ്ട. നമ്മുടെ കാര്യമല്ലേ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒന്ന് മേടിക്കാൻ പറയുമ്പോൾ അവർ മേടിക്കും. അടുത്ത കടകളിലൊക്കെ കൊണ്ടുപോയിട്ട് ആ ചേട്ടനൊരു 100 രൂപ കൊടുത്താലും വേണ്ടില്ല, നമ്മുടെ അച്ചാറൊക്കെ വിറ്റ് തരുവാണെങ്കിൽ നമുക്ക് ലാഭമല്ലേ അത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ സമയം കളയരുത്. അത് ഏത് പ്രായത്തിലുള്ളവർക്ക് സാധിക്കും. നല്ല പണ്ടത്തെ അമ്മമാർക്കൊക്കെ നല്ല അച്ചാറുകളൊക്കെ ഇടാൻ അറിയാവുന്നവരുണ്ട്, നല്ല ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന. അവരൊക്കെ ചുമ്മാ ഇരുന്ന് കളയാതിരിക്കുക. ഈ തലമുറയായിട്ട് പാരമ്പര്യമായിട്ട് എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള കഴിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കി. അപ്പോൾ അതൊക്കെ പരമാവധി വിനിയോഗിക്കുക. പാരമ്പര്യമായ കഴിവുകളൊന്നും അന്യം നിന്ന് പോകാതെ നമ്മളതൊക്കെ ഉപയോഗിക്കുക. അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.